ആദ്യം നമുക്ക് ചെയിൻ 4 ആണ് കേട്ടോ ഇടേണ്ടത്. സ്ലിപ്പ് നോട്ട് ഇടുക. ചെയിൻ 4 1 2 3 4 ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക. ഹുക്കിൻ്റെ മുകളിൽ 2 നൂല് യാൺ ഓവർ ചെയ്ത് 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇപ്പോൾ ചെറിയൊരു ഹോള് കിട്ടി. ഇനി ചെയിൻ 3, ഈ ചെയിൻ 3 ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കേട്ടോ കണക്കാക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ 11 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. അപ്പോൾ ടോട്ടൽ 12 ഡബിൾ ക്രോഷ്യാണ് കേട്ടോ ഉണ്ടാവുക. മൂന്ന് ഇങ്ങനെ 12 ചെയ്യാം കേട്ടോ. ടോട്ടല് ഇതിൽ 12 ഡബിൾ ക്രോഷ്യ ഉണ്ടാവും. ഇനി ആദ്യത്തേത് 3 ചെയിൻ ഇട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, കട്ട് ചെയ്യുക, പുറത്തേക്ക് വലിച്ചെടുക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് റോ അടുത്ത കളറ് നൂല് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം സ്ലിപ്പ് നോട്ട് ഇടുക. അതിനുശേഷം ഈ നൂല് ഹുക്കിൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ പുതിയ കളറാണ് ജോയിനായി. അവിടെ 4 ചെയിൻ ഇടുക. 3 4. ഇനി ഇതിൻ്റെ ഉള്ളിൽ 2 ത്രിബിൾ ക്രോഷ്യ ചെയ്യുക. ആ സെയിം ഹോളിൽ തന്നെ 2 ത്രിബിൾ ക്രോഷ്യ, 2 വട്ടം യാൺ ഓവർ ചെയ്യുക. ചെയിനിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. യാൺ ഓവർ 2 എണ്ണം കളയുക, യാൺ ഓവർ 2 എണ്ണം കളയുക, യാൺ ഓവർ 2 എണ്ണം കളയുക. ഇപ്പോൾ ടോട്ടൽ കണ്ടില്ലേ, ഈ 4 ചെയിന് ഒരു ത്രിബിൾ ക്രോഷ്യ ആയിട്ട് കണക്കാക്കുക. അങ്ങനെ 3 എണ്ണമായി. ഇനി ഈ ഹുക്ക് ഇതിൻ്റെ മേലെ നിന്ന് എടുക്കുക. കണ്ടില്ലേ, ഈ 3 ചെയിൻ ഇട്ടതിൽ 3ാമത്തെ ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക. അതിന് ശേഷം ഈ കൊടുത്ത ഇതും കൂടി ഇതിലാക്കിയിട്ട് ഇപ്പോൾ ഹുക്കിൻ്റെ മുകളിൽ 2 നൂലാണ്. ഈ 2ാമത്തെ നൂലിൻ്റെ ഉള്ളിലേക്ക് ആദ്യത്തെ നൂല് വലിച്ചെടുക്കുക. അപ്പോൾ ഒരു പെറ്റൽ ഷേപ്പ് വന്നത് കണ്ടില്ലേ. അതിന് ശേഷം മേലെ 2 ചെയിൻ ഇടുക. ശേഷം വീണ്ടും നെക്സ്റ്റ് ഹോളിൽ 3 ത്രിബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. 1 2 3 ത്രിബിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് ഈ ഹുക്ക് വലിക്കുക. ഇതിപ്പോൾ 2 എണ്ണം ചെയ്തതിൻ്റെ 2ാമത്തെ ചെയിന് കണ്ട അവിടെ, അതിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, ഇത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. വീണ്ടും 2 ചെയിന്, നെക്സ്റ്റിൽ 3 ത്രിബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ത്രിബിൾ ക്രോഷ്യ, ഇങ്ങനെ ഈ റൗണ്ട് മൊത്തം റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക, കട്ട് ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, നമ്മുടെ ഇത് ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് 2 ചെയിൻ ഇട്ടിട്ടുണ്ട്. 2 ചെയിൻ ഇട്ടിട്ട്
ഈ ലാസ്റ്റുള്ള ഈ ഒരു പോയിന്റിൽ നമ്മൾ ചെയിൻ ഇട്ടില്ല, അവിടെ പോയിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്യാം കേട്ടോ. സ്ലിപ്പ് നോട്ട് ഇട്ടുക. സ്ലിപ്പ് നോട്ട് ഇടുക, കട്ട് ചെയ്യുക, പുറത്തേക്ക് വലിക്കുക. ഓക്കെ, ഇതാ കണ്ടില്ലേ. അപ്പം നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ ഇത് ഓക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടില്ലേ ഫ്ലവർ. ഇനി ഇതിൻ്റെ അടുത്ത സെക്ഷനാണ് ചെയ്യാനുള്ളത്. അടുത്ത കളറ് നൂലെടുത്തു. നമ്മളിപ്പോൾ ഇതാ കണ്ട ഇങ്ങനെ ഹോളുകൾ കണ്ടില്ല, 3 ചെയ്തിട്ട് വരുന്നത്. ആ ഹോളിൻ്റെ ഉള്ളിലാണ് ഹുക്ക് ഇടുന്നത്. എന്നിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ടാൽ ഈ നൂലിൻ്റെ മുകളിൽ ജസ്റ്റ് ആക്കിയിട്ട് നൂല് ജോയിൻ ചെയ്യുക. അതിന് ശേഷം 4 ചെയിൻ ഇടുക. 3 4 ചെയിൻ നമ്മൾ ഇട്ടു. അതിന് ശേഷം 2 ത്രിബിൾ ക്രോഷ്യ ചെയ്യുക. ഈ സെയിം ഹോളിൽ 2 ത്രിബിൾ ക്രോഷ്യ. 1 2 ത്രിബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയിൻ 2 ചെയിൻ ഇട്ടു. വീണ്ടും സെയിം ഹോളിൽ 3 ത്രിബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. 1 2 3 3 ത്രിബിൾ ക്രോഷ്യ ചെയ്തു. കണ്ടില്ലേ. ഇനി അടുത്ത ഹോള് ഇതാ കണ്ടില്ലേ. അടുത്ത ഹോള് 3 ത്രിബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഹോളിൽ 3 ത്രിബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, 3 ചെയ്തു. ഇനി അടുത്ത ഹോളിലും വീണ്ടും 3 ത്രിബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഹോളിലും 3 ത്രിബിൾ ക്രോഷ്യ തന്നെ ചെയ്യാം. ഓക്കെ, 3 ത്രിബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത ഹോള് ഈ കാണുന്ന അടുത്ത ഹോളിൽ 3 ത്രിബിൾ ക്രോഷ്യ ചെയ്യുക. മൂന്ന് ത്രിബിൾ ക്രോഷ്യ ചെയ്തു. 2 ചെയിന്, വീണ്ടും 3 ത്രിബിൾ ക്രോഷ്യ. കോർണറിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുക കേട്ടോ. രണ്ട്, മൂന്ന്. ഇപ്പോൾ കോർണറും ചെയ്തു. ഇത് കണ്ടില്ലേ, സ്ക്വയറായി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഹോളിൽ, അതിൻ്റെ നെക്സ്റ്റ് ഹോളിൽ 2 ഹോളിലും 3 ത്രിബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഇതൊരു ഹോള്, ഈ ഒരു ഹോള്, അങ്ങനെ 2 ഹോളിലും 3 ത്രിബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം കേട്ടോ. 2 ഹോളിൽ 3 ത്രിബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ മൂന്നാമത്തെ ഹോള് കോർണറാണ്. അവിടെ 3 ത്രിബിൾ ക്രോഷ്യ, 2 ചെയിന്, 3 ത്രിബിൾ ക്രോഷ്യ കേട്ടോ. 1, 2, 3. 3 ത്രിബിൾ ക്രോഷ്യ ചെയ്തു. 2 ചെയിന്, 3 ത്രിബിൾ ക്രോഷ്യ.
ഇതുവരെ ചെയ്തു കേട്ടോ. ഇനി അടുത്ത രണ്ട് ഹോള് കണ്ടില്ലേ, അടുത്ത രണ്ട് ഹോളിൽ 3 ത്രിബിൾ ക്രോഷ്യ ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തെ ഹോളിൽ 3 ത്രിബിൾ ക്രോഷ്യ, 2 ചെയിന്, 3 ത്രിബിൾ ക്രോഷ്യ, പിന്നത്തെ 2 ഹോളിൽ 3 ത്രിബിൾ ക്രോഷ്യ. അങ്ങനെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ചെയ്തു. അതിന് ശേഷം ഇനി നമ്മളിവിടെ നമ്മളുടെ ഇത് വരെത്തി ഇതാ നമ്മൾ ഈ ഒരു മേലത്തെ ആ ഒരു ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, നെക്സ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഈ കോർണറിൽ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്തത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ലിപ്പ് സ്റ്റിച്ച് കൂടിയും ചെയ്താൽ നമ്മൾ കോർണറിലെത്തി. ഈ കോർണറിലെത്തി കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടു. ഇനി ഈ കോർണറിലാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. 2 ഡബിൾ ക്രോഷ്യ, 1 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിന്, 2 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, 1 രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ കൂടിയും ചെയ്തു. ഓക്കെ, നമ്മുടെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്വയർ പോലെ വന്നില്ലേ. ഇനി അടുത്ത ഹോളിൽ 2 ഡബിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യേണ്ടത്. 1 2. അടുത്ത ഹോള് ഇതാ, അടുത്ത ഈ ഒരു ഹോളിലും 2 ഡബിൾ ക്രോഷ്യ. ഈ ഒരു കോർണർ വരുമ്പോൾ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിന്, 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ബാക്കിയുള്ളിടത്തൊക്കെ 2 ഡബിൾ ക്രോഷ്യയും, ഈ കോർണർ മാത്രം 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിന്, 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത കോർണറിൽ 2 ഡബിൾ ക്രോഷ്യ, 2DC, ചെയിൻ 2, 2DC. അപ്പോൾ കണ്ട അവിടെ ഒരു സ്ക്വയർ വന്നത്. ഇനി അടുത്ത ഹോളിൽ 2 ഡബിൾ ക്രോഷ്യ മാത്രം. സ്ക്വയർ കണ്ടില്ലേ. നെക്സ്റ്റ് ഹോളിലും 2DC, അടുത്ത ഹോളിലും 2 ഡബിൾ ക്രോഷ്യ, അടുത്ത ഈ കോർണറിൽ 2DC, 2 ചെയിൻ, ചെയിൻ 2, 2DC. ഇത് കണ്ടില്ലേ, ഇപ്പോൾ സ്ക്വയർ ഇവിടം കൊണ്ട് സ്ക്വയർ ആയത് കണ്ടില്ലേ. ഇനി ഇതേപോലെ കോർണർ ഇതാ 1 2 3. ഈ 3ലും 2DC ചെയ്യുക. ഈ കോർണറിൽ 2DC, 2 ചെയിൻ, 2DC. പിന്നെ ഇതേപോലെ എല്ലാത്തിലും ഈ ഭാഗത്ത് എല്ലാത്തിലും 2DC ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഞാൻ അത് ചെയ്തിട്ടില്ല, കാണിച്ചു തരാം. ഇതാ നമ്മുടെ ലാസ്റ്റ് വരെ എത്തിയിട്ടാ. ഇനി ഇവിടെ ചെയ്യേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. രണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു, കട്ട് ചെയ്തു, പുറത്തേക്ക് വലിച്ചു.
ഇപ്പോൾ ഒരു സ്ക്വയർ വന്ന ഇതേപോലെ അടുത്ത പാർട്ടും ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് നമ്മളൊരു 2 കൂടി ഇടണേ. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് മാത്രമല്ല, 2 സ്ലിപ്പ് സ്റ്റിച്ച് ഇടണേ. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇതാ നമ്മൾ കട്ട് ചെയ്തു പുറത്തേക്ക് വലിച്ചെടുത്തു. ഓക്കെ, ഇതേപോലത്തെ ഒരു പെയർ കൂടി ആക്കണം. അത് സെയിം ഇതേപോലെ തന്നെ ആക്കാം, അല്ലെങ്കിൽ ഡിസൈൻ വേറെ ആക്കിയിട്ട് ആക്കാം കേട്ടോ. ഇനി ഇതെങ്ങനെ ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഇതപ്പം ഇങ്ങനെ വെച്ചിട്ട് ചീത്തവശം കൂടിയിട്ട് ഫുൾ നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതിനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കളർ നൂല്, ആ സെയിം കളർ നൂല് തന്നെ ആക്കണമെങ്കിൽ സെയിം കളർ നൂലാക്കാട്ടോ. ഇപ്പോൾ ഒരു കളർ നൂല് ഞാൻ എടുത്തു. സ്ലിപ്പ് നോട്ട് ഇട്ടത് ഊരിയിട്ട് നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 2 ചെയിനിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇടുന്നത് കേട്ടോ. ആദ്യം ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ 2 സ്ഥലത്തെത്തി ഇടുക, സ്ലിപ്പ് നോട്ട് ഇടുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അതിന് ശേഷം ഇവിടെ ഒന്ന് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെയിൻ ഇടുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വർക്ക് ടേൺ ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ചെയിൻസിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക. ഹുക്കിൻ്റെ മുകളിൽ 2 നൂല് യാൺ ഓവർ ചെയ്യുക, 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഇതേപോലെ സിംഗിൾ ക്രോഷേ ചെയ്യുക കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ സിംഗിൾ ക്രോഷേ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാട്ടെ. ഇനി ഇപ്പോൾ നമ്മൾ ഇതാ ലാസ്റ്റ് വരെ ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ആയതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടി അവിടെ സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് ഒന്നുകൂടി കുത്തിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുകയാണ് ചെയ്യണത്. എന്നിട്ട് കട്ട് ചെയ്യുക, പുറത്തേക്ക് വലിക്കുക. പുറത്തേക്ക് വലിച്ചതിന് ശേഷം ഈ കിടക്കണ ഇവിടുത്തെ നൂലിൽ, ആ നൂലിൽ ജസ്റ്റ് ഒന്ന് കെട്ടിയിടുക. കെട്ടിയിട്ടിട്ട് ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്ത് കളയുക. അതായത് ഇതിലൊക്കെ ബാക്കി വരുന്ന നൂലുകൾ കട്ട് ചെയ്ത് കളയുക കേട്ടോ. എല്ലാ നൂലുകളും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതെന്താ ചെയ്യേണ്ടത്? ഇതിപ്പോൾ നമ്മൾ ചീത്ത വശത്താണ് ഇങ്ങനെ ചെയ്താക്കുന്നത്. ഇതിന് ഉള്ളിലേക്ക് മറിച്ചത് നല്ല വശത്തേക്ക് മാറ്റുക. കണ്ണിലിപ്പോൾ വെച്ച് നമുക്ക് ഫോൺ, ഇയർപോഡ് അങ്ങനത്തെ ഐറ്റംസ് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടത്. ഞാൻ 2 സൈഡ് രണ്ടും 2 കളറാക്കിയതാണ് കേട്ടോ അങ്ങനെ. ഇനി അതിന് ശേഷം ചെയ്യേണ്ടത് നൂലൊക്കെ പുറത്ത് ഉള്ളിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു 40 ചെയിൻ ഇടുക കേട്ടോ. ജസ്റ്റ് നൂലെടുക്കുക, 40 ചെയിൻ കേട്ടോ. നാൽപ്പത് ചെയിൻ ഇട്ടു. നമ്മൾ കട്ട് ചെയ്യുക, പുറത്തേക്ക് വലിക്കുക. അപ്പോൾ ഇത് ഇത്ര നീളത്തിൽ കണ്ടില്ലേ. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റാർട്ടിങ് പോയിൻ്റായിട്ട് നമുക്ക് ഇവിടുന്ന്
ആദ്യം കണ്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ഒരു ഹോള് കാണാല്ലേ, ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ഹുക്ക് ഇടുക. ശേഷം ഇതൊന്ന് ജസ്റ്റ് കൊളുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. അതിനുശേഷം ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇടുക, ഇത് വലിച്ചെടുക്കുക, ഉള്ളിൽ കൂടെ എടുക്കുക. ഇനി ഈ ഒരു ഭാഗത്ത് ഹുക്ക് ഇടുക, വലിച്ചെടുക്കുക. ഇതുവരെ എത്തി. ഇനി ബാക്കി വരുന്ന ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ ഒരു ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, അവിടെ നിന്നാക്കുക, ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. കൈ കൊണ്ട് ചെയ്താലും മതി കേട്ടോ. കണ്ടില്ലേ, പച്ച ഉള്ളിലേക്ക് വന്നു. ഇനി ഈ ഒരു ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇനി ഇവിടെ ഈ ഒരു ഹോളിൽ ഹുക്ക് ഇടുക, ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. ഇപ്പം നമ്മളിതിനെ പൗച്ചിനെ വള്ളി പോലെ വെച്ചു. ഈ ഭാഗം ഒന്ന് ജസ്റ്റ് കെട്ടിയിടുക, അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതെടുത്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ചുരുങ്ങും. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇതിങ്ങനെ നിവർത്തി കൊടുക്കുക, ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ.